നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാന പാതയിൽ എടപ്പാൾ മേൽപ്പാലത്തിന് മുകളിൽ KSRTC ബസും ഗുഡ്സ് വാനും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു, 10ഓളം പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് അപകടം. തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോയിരുന്ന KSRTC സ്വിഫ്റ്റ് ബസും കൊറിയർ സർവീസ് നടത്തുന്ന ഗുഡ്സ് വാനുമാണ് കൂട്ടിയിടിച്ചത്. KSRTCയുടെ മുൻവശത്തേക്ക് ഇടിച്ചുകയറിയ ഗുഡ്സ് വാനിനുള്ളിൽ കുടുങ്ങിയ വാൻ ഡ്രൈവർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. 2.5 മണിക്കൂറോളം വാഹനത്തിന് ഉള്ളിൽ കുടുങ്ങിക്കിടന്ന രാജേന്ദ്രന്റെ മൃതദേഹം ചങ്ങരംകുളം പോലീസും പൊന്നാനിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം നീക്കം ചെയ്താണ് പുറത്തെടുത്തത്. തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ പൂർണ്ണമായും ചതഞ്ഞരിഞ്ഞ നിലയിലായ മൃതദേഹം പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഗുരുതരമായി പരിക്കേറ്റ ബസ് യാത്രക്കാരൻ തിരുവനന്തപുരം സ്വദേശി 50 വയസ്സുള്ള സുകുമാരൻ പിന്നീട് ആശുപത്രിയിൽ വെച്ചു മരിച്ചു. KSRTC ബസ്സിലെ യാത്രക്കാരായ 10ഓളം പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ മലപ്പുറം സ്വദേശിയും KSRTC ഡ്രൈവറുമായ മുഹമ്മദ് അനസ്, കണ്ടക്ടർ മുണ്ടുപറമ്പ് സ്വദേശി അബ്ദുൾ സമദ്, യാത്രക്കാരായ തിരുവനന്തപുരം സ്വദേശി വിഷ്ണുമോഹൻ, ഹരിപ്പാട് സ്വദേശി അജു, കൊല്ലം സ്വദേശി മീന, തിരുവനന്തപുരം സ്വദേശികളായ ഷാനു, വർഷ, ഷേർലി എന്നിവരെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ ഇലക്ഷൻ സ്ക്വാഡുകളുടെ പരിശോധന തുടങ്ങി. പട്ടാമ്പി മണ്ഡലത്തിൽ 5 ഫ്ലൈയിംഗ് സ്ക്വാഡുകളുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ ജില്ലയിൽ പരിശോധനാ സ്ക്വാഡുകളുടെ പ്രവർത്തനം ആരംഭിച്ചു. പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ 5 ഫ്ലൈയിംഗ് സ്ക്വാഡുകളുടെ പരിശോധന തുടങ്ങി. മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച പ്രചരണ ബോർഡുകൾ, ബാനറുകൾ, നോട്ടീസുകൾ ഉൾപ്പെടെയുള്ളവ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്യും. പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും പൊതുജനങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ അറിയിക്കാം. വിജിൽ ആപ്പ് വഴിയും പരാതികൾ അറിയിക്കുവാനുള്ള സംവിധാനമുണ്ട്. കൂടാതെ രേഖകളിൽപ്പെടാത്ത പണം കടത്തുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. സംശയം തോന്നുന്ന വാഹനങ്ങൾ സ്ക്വാഡ് പരിശോധനയ്ക്ക് വിധേയമാക്കും. 50,000 രൂപയ്ക്ക് മുകളിൽ പണം പിൻവലിക്കുന്നവർ ബന്ധപ്പെട്ട രേഖകൾ യാത്രകളിൽ സൂക്ഷിക്കണം. സ്ക്വാഡിന്റെ പരിശോധന സമയത്ത് ആവശ്യപ്പെടുന്ന പക്ഷം രേഖകൾ ഹാജരാക്കണം. പൊതുജനങ്ങൾ നൽകുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളും ഇതോടൊപ്പം നടത്തുന്നുണ്ടെന്നും പട്ടാമ്പിയിലെ ഫ്ലൈയിംഗ് സ്ക്വാഡിന് നേതൃത്വം നൽകുന്ന സാജിത്ത് പറഞ്ഞു. നമ്മൾ ഈ പൊതുസ്ഥലത്ത് സ്ഥാപിച്ച ബാനറുകൾ, ഫ്ലക്സുകൾ, ഇലക്ഷന്റെ പ്രചരണമായിട്ട് സ്ഥാപിച്ച എല്ലാതും റിമൂവ് ചെയ്യലും, അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ വിജിൽ എന്നുള്ള ആപ്പ് മുഖേന കൊടുക്കുന്ന പരാതികൾ അപ്പോൾ തന്നെ പരാതി പരിഹരിക്കലും അത് ക്ലിയർ ചെയ്യലും ആണ് സ്ക്വാഡ് ചുമതല. അതിൻ്റെ പുറമെ കുറേ ചുമതലകളുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്, ഫീസ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ നടപടികൾ അവിടെ സ്വീകരിക്കുന്നതാണ്. അതേപോലെ വാഹനങ്ങൾ പരിശോധന പ്രധാനമാണ്. കൂടാതെ ഇങ്ങനെയുള്ള നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ കൂടിയാണ് ഫ്ലൈയിംഗ് സ്ക്വാഡ്. പട്ടാമ്പിയിൽ 2 സ്ക്വാഡാണ് ഒരേ സമയം ഇറങ്ങുന്നത്. അങ്ങനെയാണ് അതിൻ്റെ മുന്നോട്ട് പോകുന്നത്. ക്യാഷ് വരുന്നതിൽ ക്യാഷോ അങ്ങനെ അതേപോലെ ഫ്രീ ഫീസ് കൊടുക്കുന്നതിന് മറ്റെന്തെങ്കിലും മദ്യം ഉൾപ്പെടെയുള്ള മറ്റ് സബ്സ്റ്റൻസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ച് നടപടികൾ സ്വീകരിക്കുന്നു. ഇതിലൊന്നും ഞങ്ങൾ ഇതുവരെയുള്ള വാഹന പരിശോധനയിലൊന്നും കിട്ടിയിട്ടില്ല. അത് പരിശോധന തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരേ സമയം 2 സ്ക്വാഡുകളാണ് മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത്. വരും ദിവസങ്ങളിലും സ്ക്വാഡിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകും. മികച്ച ഭൂരിപക്ഷത്തിൽ ആലത്തൂർ മണ്ഡലം UDF നിലനിർത്തുമെന്ന് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പറഞ്ഞു. CCTVക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പ്രതികരിക്കുകയായിരുന്നു അവർ. ആലത്തൂർ കുടുംബം പോലെയാണ്. 2ാം വിജയത്തിൽ സംശയമില്ല. ആളുകളോടൊപ്പം അവരുടെ ഒരു കുടുംബത്തിലെ അംഗമായിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം ആലത്തൂർ പാർലമെന്റിലെ ജനങ്ങൾ ചേർന്നിരിക്കുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. ചിലവഴിച്ച തുക സംബന്ധിച്ച ഫ്ലക്സ് വിവാദത്തിൽ കഴമ്പില്ല. താൻ സംവാദത്തിന് തയ്യാറാണ്. അത് ആർക്കു വേണമെങ്കിലും പരിശോധിക്കാൻ സാധിക്കുന്നത്. ഞാനത് പരസ്യമായി തന്നെ പറഞ്ഞതാണ്. ആരെവിടെ വന്ന് ചോദിച്ചാലും ഒരു ചർച്ചയ്ക്ക് വരാൻ നമ്മൾ തയ്യാറാണ്. കോൺഗ്രസിന്റെ വിശ്വാസ്യതയിൽ ആർക്കും സംശയം വേണ്ട. താൽക്കാലിക ലാഭത്തിനു വേണ്ടി ആരെങ്കിലും പാർട്ടിയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കോൺഗ്രസ് ഇല്ലാതാകില്ലെന്നും രമ്യ പറഞ്ഞു. കാരണം എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കും, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിച്ച് പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് കിട്ടാതെ വരുമ്പം ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ട്. കനകോലു റിപ്പോർട്ട് മാധ്യമ സൃഷ്ടിയാണ്.
നെഗറ്റീവ് പ്രചരണം തന്നെ ബാധിക്കില്ല. അത് എവിടെ നിന്നോ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന, കാരണം ഇനി അങ്ങനെയെങ്കിലും പറഞ്ഞാൽ രമ്യ ഹരിദാസിനെതിരെ ഒരു പ്രയോഗം നടത്തിക്കളയാമെന്ന് കരുതുന്ന ആരൊക്കെ ഉണ്ടാക്കിയൊരു ഗൂഢാലോചനയാണ് അത്. CCTV പോലുള്ള പ്രാദേശിക ചാനലുകളെ നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം പ്രതിഷേധാർഹമാണെന്നും ജനകീയ പിന്തുണയോടെ ഈ വിഷയത്തെ നേരിടാൻ ഒപ്പമുണ്ടാകുമെന്നും രമ്യ ഹരിദാസ് കൂട്ടിച്ചേർത്തു. 100% പറയുന്നു, പ്രാദേശിക ചാനലുകളെ പിൻവലിച്ചുകൊണ്ട് കുത്തക വൻകിട മുതലാളിമാരുടെ കൈകളിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന തീരുമാനം, അത് പാർലമെന്റിനകത്ത് കൊണ്ടുപോയി തന്നെ ആ തീരുമാനം തിരുത്തുന്നതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുവാൻ. ഇലക്ഷൻ ഡെസ്ക്, CCTV. യോഗിയേക്കാൾ മോഡിക്ക് വിശ്വസ്തൻ പിണറായി വിജയൻ എന്ന VT ബൽറാം. അതിന്റെ ഉദാഹരണങ്ങളിലൊന്ന് മാത്രമാണ് ലാവ്ലിൻ കേസ് 30-ൽ പരം തവണ മാറ്റിവെച്ചതെന്നും VT പറഞ്ഞു. വള്ളത്തോൾ നഗർ UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചെറുതുരുത്തി സിറ്റി കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF രാജ്യം തിരിച്ചുപിടിക്കാനുള്ള വലിയ പോരാട്ടത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുക്കുമ്പോൾ LDF ചിഹ്നം നിലനിർത്താൻ വേണ്ടി മാത്രം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പായാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് 38 തവണ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം വരുന്നു. മാസപ്പടി വാങ്ങുകയാണ്, വലിയ ക്രമക്കേടാണ്. ഒരു സേവനവും നൽകാതെ അവരുടെ അക്കൗണ്ടിലേക്ക്, അവരുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക്, പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഒക്കെ കരിമണൽ കർത്ത ഓരോ മാസവും ലക്ഷങ്ങളും കോടികളും സംഭാവനയായി നൽകുന്നു. ഇതിനെതിരെ കേന്ദ്ര അന്വേഷണം, SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ നടത്തുന്ന സീരിയസ് ഫ്രോഡുകളാണ് ഇവർ എന്നുള്ളതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി തൃശ്ശൂർ വന്നുകൊണ്ട് പറയുന്നു, ആരുടെ ഓഫീസിലാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കടന്നത് എന്ന് എല്ലാവർക്കും അറിയാം. തന്നെയാണ് നമ്മളും പറയുന്നത്. എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. നിങ്ങളുടെ കീഴിലുള്ള ഏജൻസികളാണ് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏജൻസികളാണ് അന്വേഷിക്കുന്നത്. അന്വേഷണം പക്ഷേ എവിടെ എത്തുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നതായിട്ട് നടിക്കും. പിന്നാമ്പുറത്തുകൂടെ പോയി അഡ്ജസ്റ്റ്മെന്റ് നടത്തും. BJP സ്ഥാനാർത്ഥികൾക്കായി പണിയെടുക്കുന്നവരായി കേരളത്തിലെ CPM നേതാക്കൾ മാറിയെന്നും അദ്ദേഹം ആവർത്തിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ KV ദാസൻ, ജോണി മണിച്ചിറ, ബ്ലോക്ക് പ്രസിഡന്റ് PI ഷാനവാസ്, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് TK സെയ്ദലവി, ജനറൽ സെക്രട്ടറി EH യൂസഫ് തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. CCTV ന്യൂസ്, തളി. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് CCTV ഓഫീസ് സന്ദർശിച്ചു. പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാവിലെ 11:30യോടെയാണ് രമ്യ ഹരിദാസ് CCTV ഓഫീസ് സന്ദർശിച്ചത്. കുന്നംകുളം നഗരം കേന്ദ്രീകരിച്ച പ്രചരണത്തിനിടെ ഓഫീസിലെത്തിയ സ്ഥാനാർത്ഥിയെ പൂച്ചെണ്ട് നൽകി CCTV ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ്, ഷാജി വി ജോസ്, KV ശിവദാസൻ, മാനേജർ സിൻഡോ ജോസ്, ന്യൂസ് കോർഡിനേറ്റർ ജോസ് മാളിയേക്കൽ, സീനിയർ ന്യൂസ് എഡിറ്റർ ടോണി PS എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. CCTVയുടെ വിവിധ വിഭാഗങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ആലത്തൂരിലെ സിറ്റിംഗ് MP മടങ്ങിയത്. DCC സെക്രട്ടറി ബിജോയ് ബാബു, നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, നിയോജകമണ്ഡലം ചെയർമാൻ ജയസിംഗ് കൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് CB രാജീവ്, സുരേഷ് മമ്പറമ്പിൽ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കവിത പ്രേമരാജ്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നെൽസൺ ഐപ്പ്, K ജയശങ്കർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കാരണം 2019 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന എന്നെ ഇപ്പോൾ CCTV പോലെയുള്ള മാധ്യമങ്ങളിലൂടെ കേട്ടറിഞ്ഞും പറഞ്ഞറിഞ്ഞും അവർ വലിയ പിന്തുണ നൽകിയതാണ്. 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ നെന്മാറയും ചിറ്റൂരും തരൂരും ആലത്തൂരും ഉൾക്കൊള്ളുന്ന തമിഴ്നാടിൻ്റെ അതിർത്തി മുതൽ വടക്കാഞ്ചേരി, ചേലക്കര, ഇപ്പം നമ്മൾ നിന്ന് സംസാരിക്കുന്ന കുന്നംകുളം വരെ നീണ്ടു കിടക്കുന്ന പ്രദേശങ്ങളിലെ ആളുകളോടൊപ്പം അവരുടെ ഒരു കുടുംബത്തിലെ അംഗമായിക്കൊണ്ട് അവരുടെ സുഖദുഃഖങ്ങളിൽ ചേർന്നുകൊണ്ട് മുഴുവൻ സമയവും അവരോടൊപ്പം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ കഴിഞ്ഞ ഈ 5 വർഷക്കാലം അവർക്ക് നന്നായി നമ്മളെ അറിയാം. അടുത്തറിഞ്ഞും സംസാരിച്ചും അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടും അവരുടെ സന്തോഷങ്ങളിൽ, ആഘോഷ പരിപാടികളിൽ, അതേപോലെ തന്നെ ദുഃഖങ്ങൾ എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ഒരു കുടുംബാംഗമായിട്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം. ഇലക്ഷൻ ഡെസ്ക്, CCTV.
പട്ടാമ്പിയിൽ 50 പിന്നിട്ട സ്ത്രീകൾക്ക് സൗജന്യ കണ്ണട വിതരണം ചെയ്തു. വനിതാ ദിനത്തോടനുബന്ധിച്ച് പട്ടാമ്പി JCI ലയൺസ് ക്ലബ്, അൽ ഷഹാമ കണ്ണാശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പദ്ധതി നടപ്പാക്കിയത്. കണ്ണട വിതരണ ചടങ്ങ് 24-ന് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി JCIയും ലയൺസ് ക്ലബ്ബും അൽഷാമ കണ്ണാശുപത്രിയും സംയുക്തമായാണ് വനിതാ ദിനത്തോടനുബന്ധിച്ച് 200ഓളം സ്ത്രീകൾക്ക് സൗജന്യമായി കണ്ണട നൽകാൻ തീരുമാനിച്ചത്. 50 വയസ്സ് കഴിഞ്ഞവരെയാണ് ഇതിനായി തിരഞ്ഞെടുത്തത്. കണ്ണട വിതരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 24-ന് രാവിലെ 10 മണിക്ക് മേലെ പട്ടാമ്പി അൽഷഹാമ കണ്ണാശുപത്രിയിൽ വെച്ച് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെയും സമീപ പ്രദേശത്തെ പഞ്ചായത്തുകളിലെയും കാഴ്ച പരിമിതിയുള്ള സ്ത്രീകളെ സംഘാടകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കണ്ടെത്തുകയായിരുന്നു. 24-ന് രാവിലെ 10-ന് മുഹമ്മദ് മൂസിൻ MLA വിതരണോദ്ഘാടനം നിർവഹിക്കും. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. മാർച്ച് 8 ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് JCI പട്ടാമ്പിയും ലയൺസ് ക്ലബ്ബ് പട്ടാമ്പിയും സംയുക്തമായി അൽ ഷഹാമ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് 200ഓളം വനിതകൾക്ക്, 50 വയസ്സിന് മുകളിലുള്ള 200ഓളം വനിതകൾക്ക് വേണ്ടി സൗജന്യമായി കണ്ണട വിതരണം ചെയ്യാനുള്ളൊരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ കണ്ണടയുടെ പ്രോസസ്സിങ് എല്ലാം, അതുമായി ബന്ധപ്പെട്ട് ടെസ്റ്റിങ് എല്ലാം കഴിഞ്ഞ് ആ കണ്ണടകൾ വിതരണത്തിന് റെഡിയായിരിക്കുകയാണ്. വിതരണം 24-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് അൽ ഷഹാമ കണ്ണാശുപത്രിയിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പട്ടാമ്പിയുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ മുഹമ്മദ് മൂസിൻ അവറുകളാണ്. പട്ടാമ്പി ചെയർപേഴ്സൺ, നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി O ലക്ഷ്മിക്കുട്ടി മുഖ്യാതിഥിയായി പങ്കെടുക്കും. അതുപോലെ തന്നെ പട്ടാമ്പിയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ JCI പട്ടാമ്പി പ്രസിഡന്റ് P അബ്ദുൾ റഫീഖ്, ലയൺസ് ക്ലബ് പ്രസിഡന്റ് K മനോജ്, അൽഷഹാമ MD അബ്ദുൾ ലത്തീഫ് കോടിയിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചില കണ്ണുകൾ വർഷങ്ങളോളമായി ഇതുവരെ മാറ്റാത്ത ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ പുതിയൊരു കണ്ണട കൊടുക്കുമ്പോൾ മാറ്റങ്ങളും പവറൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ കണ്ണട കൊടുക്കുന്നത്. ഈ കണ്ണടയ്ക്ക് നമ്മൾ 6 മാസം ഗ്യാരണ്ടി വരെ നമ്മൾ കൊടുക്കും. ഈ മാർച്ച് മാസത്തിൽ വളരെ നല്ലൊരു പ്രോഗ്രാം പട്ടാമ്പിക്ക് സമ്മാനിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഏറ്റെടുക്കുകയും അപ്പോൾ അതിൻ്റെ ഇതുവരെയുള്ള 50 വയസ്സിന് മുകളിലുള്ള എല്ലാ നമ്മുടെ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയും അതുപോലെ സമീപ പഞ്ചായത്തുകളിൽ അർഹരായ 200ഓളം 50 വയസ്സുള്ള വ്യക്തികളുടെ ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടത് തയ്യാറായിരിക്കുകയാണ്. പട്ടാമ്പി ശങ്കരമംഗലം ശിവവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾ ഉൾപ്പെടെയുള്ള പരിപാടികളും പ്രതിഷ്ഠാദിന ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു. ശങ്കരമംഗലം ശിവവിഷ്ണു ക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠാദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചത്. രാവിലെ ക്ഷേത്രതന്ത്രി ഇക്കാട്ടുമന നാരായണ നമ്പൂതിരിപ്പാന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു വിശേഷ പൂജകൾ. നവകം, പഞ്ചഗവ്യം, കലശം, ചുറ്റുവിളക്ക് എന്നിവയും ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്നു. പ്രസാദകൂട്ടും ഉണ്ടായിരുന്നു. നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. വൈകിട്ട് വിവിധ കലാപരിപാടികളും നടന്നു. ചാലിശ്ശേരി അങ്ങാടിയുടെ ഒരടയാളമായിരുന്ന നിലംപതി വെള്ളക്കെട്ടിന് പരിഹാരമായി. കഴിഞ്ഞ 1 നൂറ്റാണ്ടിനിപ്പുറം വാണിജ്യ വ്യവസായ അടയ്ക്ക കേന്ദ്രമായിരുന്ന അങ്ങാടിയുടെ ഒരു അടയാളമായിരുന്നു നിലംപതി. മഴ ശക്തമായാൽ ഹൈസ്കൂൾ ഗ്രൗണ്ട് വഴി ഇടവഴിയിലൂടെ ശക്തമായ വെള്ളം നിലംപതി വഴിയാണ് കല്ലുംപുറം പാടത്തേക്ക് പോയിരുന്നത്. നിലംപതിയിലെ ശക്തമായ ഒഴുക്കും വെള്ളക്കെട്ടും വിദ്യാർത്ഥികളുൾപ്പെടെയുള്ള കാൽനട വാഹനയാത്രക്കാർക്കും ദുരിതവും ഭീഷണിയുമായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാട്ടുകാരുടെ പ്രധാന ആവശ്യമായിരുന്നു നിലംപതി ഉയർത്തുക എന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ വാർഡ് മെമ്പർ ആനി വിനു അവതരിപ്പിച്ച പ്രൊജക്ടിന്റെ ഭാഗമായാണ് പ്രവർത്തനം പൂർത്തീകരിച്ചത്. 29 മീറ്റർ പാത 1,68,000 രൂപ ചെലവ് ചെയ്ത് ഉയർത്തി സിമന്റ് ഇഷ്ടിക പതിച്ച് ഇരുവശവും കോൺക്രീറ്റും ചെയ്തു. പണി പൂർത്തിയായ പാത ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. സഞ്ചാരയോഗ്യമായ പാത കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഉപകാരപ്രദമായി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.